നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു സമയങ്ങളിൽ മലയാള സിനിമയിൽ 100 കോടി അല്ലെങ്കിൽ 200 കോടി സിനിമ സമ്പാദിക്കുക എന്നുള്ളത് വലിയ ഒരു അതിശയകരമായ കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ ഏറെ മാറിയിട്ടുണ്ട്. മലയാള സിനിമകൾ 100 കോടിയും 200 കോടിയും എല്ലാം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ കിട്ടിയ സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമ്പർ 10, ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് 2023 റിലീസ് ചെയ്ത മോഹൻലാൽ അഭിനയിച്ച നേരെന്ന ചിത്രമാണ് 10ാം സ്ഥാനത്തുള്ളത്. നമ്പർ 9, അമൽ നീരദ് സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ഭീഷ്മ പർവമാണ്. നമ്പർ 8, വിപിൻ ദാസ് സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ച അമ്പലനടയിൽ എന്ന സിനിമയാണ്. നമ്പർ 7, 2019 പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ സ്റ്റാറായിട്ട് അഭിനയിച്ച ലൂസിഫറാണ്. നമ്പർ 6, വൈശാഖ് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ പുലിമുരുകനാണ് 6ാം സ്ഥാനത്തുള്ളത്. 100 കോടിയിലേറെ ഈ സിനിമ സമ്പാദിച്ചു. നമ്പർ 5, ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ നസ്ലീൻ താരമായിട്ടുള്ള പ്രേമലുവാണ്. 4ാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന സിനിമയാണ്. 3ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജിനെ നായകനാക്കി 2024 ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയാണ്. 2ാം സ്ഥാനത്തുള്ളത് ടൊവിനോ തോമസിനെയും കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവരെ നായകരാക്കി ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ 2018 എന്ന സിനിമയാണ്. 1ാം സ്ഥാനത്തുള്ളത് 200 കോടിക്ക് മേൽ കളക്ഷൻ നേടി ചിദംബരം സംവിധാനം ചെയ്ത് സൗബിൻ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിവർ അഭിനയിച്ച മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്കാണ്.